മുതലാളി 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 എന്താടോ? മുതലാളി മുതലാളി എന്താടോ? നമ്മുടെ പവിത്രം മരിച്ചു മുതലാളി. വിളിച്ചതുപോലെ തന്നെ നീ അവനെ കൊന്നുമല്ലേ? നിന്നെ ഒതുക്കാൻ ഒരു വഴി അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഞാൻ. ദൈവം അത് ഇത്ര പെട്ടെന്ന് തരുമെന്ന് ഞാൻ കരുതിയില്ല. സോമൻ സർ, ഈ തോക്ക് നിന്റെ അല്ലേ? അതെ. ഈ തോക്ക് കൊണ്ട് നീ അവനെ വെടിവെച്ച് വീഴ്ത്തിയതിനു ശേഷം പട്ടിയെപ്പോലെ അടിച്ചു കൊല്ലുകയായിരുന്നെന്ന് ദൃക്സാക്ഷിയെ ബാലു മൊഴിയും നൽകിയിട്ടുണ്ട്. എനിക്ക് നിന്നെ കുറച്ച് ചോദ്യം ചെയ്യാറുണ്ട്. ജീപ്പിലേക്ക് കയറ്. സാർ കേരള ജീപ്പ്. സത്യമാണ് ഞാൻ പറയുന്നത്. സിദ്ധേട്ടൻ പവിത്രനെ കൊല്ലുന്ന ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതാ. അന്നേരം അങ്ങേർക്ക് അസുഖം ഇളകിയിട്ടുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. കരയാതെ മോളെ. അറിഞ്ഞില്ലേ, മോൻ സുന്ദരമായ ഒരു കൊലപാതകം ചെയ്തിട്ട് വന്നിരിക്കുക. ഇല്ല ചെറിയമ്മ, ഇയാൾ പ്രതികാരം ചെയ്യാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ. പൗത്രനെ കൊന്നതിന് വേണമെങ്കിൽ ഇപ്പൊ എനിക്ക് ഇവനെ അറസ്റ്റ് ചെയ്യാം. പക്ഷെ ഞാനത് ചെയ്യില്ല. കാരണം ലോക്കപ്പിൽ നിന്നിറക്കാൻ ഉടനെ എത്തുമല്ലോ ഉന്നതങ്ങളിൽ നിന്ന് ഫോൺ വിളികളും പന്തംകുളത്തി പ്രകടനവും. നിങ്ങൾ ഇനി എത്ര ശ്രമിച്ചാലും മോനി കേസിൽ നിന്ന് രക്ഷപ്പെടില്ല. ഇവന് തൂക്കേർ ഉറപ്പാക്കാൻ വേണ്ടി എല്ലാ തെളിവുകളും ഉണ്ടാക്കിയിട്ടേ ഞാൻ ഇവനെ അറസ്റ്റ് ചെയ്യുള്ളൂ. കാണാം. ബാലു, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ജീപ്പിൽ കയറ്. വേഗം കയറാ. തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ എന്റെ പവിത്രേട്ടനെ കൊന്നത്? മോളെ, ഞാനല്ല പവിത്രനെ കൊന്നത്. നിങ്ങൾ ഇത്ര ദുഷ്ടനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാനല്ല പവിത്രനെ കൊന്നതെന്ന് അവളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കലാകട്ടെ. ഇവളെ മാത്രമല്ല, ഇവളെയും പവിത്രന്റെയും കല്യാണം നടത്തി കൊടുക്കാൻ തീരുമാനിച്ച എന്നെ കൂടെ നീ ചതിച്ചത്. കണ്ടില്ല ചെറിയമ്മ, ആരും എന്നെ വിശ്വസിക്കുന്നില്ല. ചെറിയമ്മെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കവരെ. എന്നാൽ ഇത്രയും ക്രൂരത വേണ്ടായിരുന്നു. ഒരു കൂടപ്പുറത്തിനേക്കാളേറെ നിന്നെ സ്നേഹിച്ചവനായിരുന്നില്ല അവൻ. എടാ, നിനക്കും ഹേമയ്ക്കും വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടവൻ അവൻ. അതെങ്കിലും ഓർക്കാമായിരുന്നില്ലേ കൊല്ലാൻ നേരത്ത്? നിർത്ത്. കടന്നു പോകുന്നുണ്ടോ ഇവിടുന്ന്? എന്റെ മോനെ കൊല്ലാക്കൊല ചെയ്യാതെ കടന്നു പോകാൻ. ആരൊക്കെ നിന്നെ അവിശ്വസിച്ചാലും പവിത്രനെ കൊന്നത് നീയല്ല എന്ന് ഞാൻ വിശ്വസിക്കും. മറ്റാരേക്കാളും കൂടുതൽ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കേ മനസ്സിലാവൂ. കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന വേദനയാണ് നീ അനുഭവിക്കുന്നത്.